ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സുപ്രീറ്റ് വിശേഷത്തിലേക്ക് കടന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അടിപൊളി വിശേഷമാണ് കേട്ടോ. അപ്പൊ നാളത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ മനുവും അലീനയുടെയും കുറച്ച് റൊമാൻസും. മനസ്സ് തുറക്കുകയാണ് അലീനയ്ക്ക് മുന്നിൽ മനു. അലീന വന്നതിൽ പിന്നെ മനുവിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നും കുറെ തീരുമാനങ്ങളൊക്കെ പുതിയതായിട്ട് എടുക്കണമെന്നും ഒക്കെ മനു പറയുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടോ നാളത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്, പറഞ്ഞു ബോറാക്കുന്നൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ശരണ്യ ഉണ്ടല്ലോ, ശരണ്യാണെങ്കിൽ ഭയങ്കര വിഷമത്തോട് കൂടി നിൽക്കുന്ന ഒരു സമയം. ആ ഒരു സമയത്ത് അലീന ചെന്ന് സമാധാനിപ്പിച്ചു. ഒരുപാട് സന്തോഷമായി ശരണ്യയ്ക്ക്. അങ്ങനെ ശരണ്യ പരിഭവവും പരാതിയും ഒക്കെ പറഞ്ഞു. നീ ഇനി പേടിക്കൊന്നും ചെയ്യേണ്ട മോളെ, നിന്റെ കൂടെ ഞാനുണ്ട്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെ വന്നാൽ എന്തായി തീരുന്നൊന്നും അറിയത്തില്ലാഞ്ഞിട്ടല്ലേ ചേച്ചി വരാതിരുന്നത്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്കൊക്കെ വരും. നീ പേടിക്കൊന്നും വേണ്ട. മാത്രമല്ല, നീ പഴയ പോലെ തന്നെ പുറത്തിറങ്ങണം. പുറത്തിറങ്ങി എല്ലാവരോടും സംസാരിക്കണം. അമ്പലത്തിലും അങ്ങനെ എല്ലാ സ്ഥലത്തും നീ പോണം. നിന്നെ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അലീനയെ കണ്ടതും വല്ലാത്ത ഒരു ആത്മവിശ്വാസം ശരണ്യക്ക് തോന്നുകയാണ്. അങ്ങനെ ശരണ്യനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അലീന വെളിയിൽ വന്നു. വെളിയിൽ വന്നിട്ട് മനുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആള് മനുവേട്ടൻ എന്നാണ് പേര്. പക്ഷെ ഹരിയുടെ ആങ്ങളെയാണെന്ന് പറയുന്നില്ല കേട്ടോ. കാരണം മാസ്ക് ഒന്നും എടുത്ത് മാറ്റുന്നുമില്ല. ഹരിയുടെ ആങ്ങളെയാന്ന് പറയുന്നതേ ഇല്ല. അപ്പൊ ഇതേ സമയത്ത് നമ്മുടെ ശരണ്യക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ശരണ്യയുടെ അമ്മ ചോറൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ അലീന ആ ഭക്ഷണമൊക്കെ കഴിപ്പിക്കുകയാണ്. വയറു നിറച്ച് നമ്മുടെ ശരണ്യ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ മടി പിടിച്ചിരിക്കരുത്. ഇനി മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് വെച്ച് തരും നിനക്ക്. ഭക്ഷണം കഴിക്കണം, വയറ് നിറയെ കഴിക്കണം. നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. വേറെ ആരും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വരത്തില്ല. നമ്മൾ തന്നെ നമ്മുടെ ശരീരം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശരണ്യനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. മാത്രമല്ല, ശരണ്യയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒരിക്കലും തന്നെയാണ് നിങ്ങളെന്ന് വിചാരിക്കേണ്ട. ഈ പറയുന്ന രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ താങ്ങാനും പിടിക്കാനൊക്കെ കാണുമായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിന്നത് പറഞ്ഞാലും ഈ പറയുന്ന ആരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. ദേ ഇവളിപ്പം എല്ലാവരെയും പേടിച്ച് വിറച്ച് അവരൊക്കെ പറയുന്നത് കേട്ടനുസരിച്ച് നിന്ന 10 ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങളെ അവരെന്ത് ചെയ്യും? വേറൊരു കേസ് വരുമ്പോൾ അതിന്റെ പുറകെ പോവുകയുള്ളൂ. അപ്പൊ അവര് പറയുന്നത് ഒന്നും കേട്ട് ശരണ്യനെ വേദനിപ്പിക്കാൻ നിൽക്കരുത്. അവള് ചെയ്തൊരു നല്ല കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകണം. അവളെ ഇങ്ങനെ വീട്ടിനകത്ത് അടച്ചിരുത്തരുത്. അമ്മ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അമ്മയും വേണം അമ്പലത്തിലൊക്കെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ മനു പറയുന്നുണ്ട്, ബാ ഇനി നമുക്ക് പോകാം, എന്നാൽ കുറച്ചു നേരം ആയില്ലേ നമുക്ക് പോകാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരണ്യയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അലീന ശരണ്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, പേടിക്കാൻ ഒന്നുമില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ എന്നെ ഫോൺ വിളിച്ചോണം. അച്ഛനും അമ്മയും സമ്മതിക്കും ഫോൺ വിളിക്കാനായിട്ട് എന്നൊക്കെ പറയണം. പിന്നെ ശരണ്യ ഇല്ലാത്ത സമയത്താണ് കുറച്ചു നേരം നമ്മുടെ ശരണ്യയുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചത്. അവളെ ഒരിക്കലും ഇങ്ങനെ അകത്ത് കയറ്റിയിരുത്താൻ പാടില്ല. മാത്രമല്ല, അവളെ കുറ്റപ്പെടുത്തരുത്. അവള് ചെയ്തത് നല്ല കാര്യമാണ്. അവള് ചെയ്തതിനുള്ളത് അവൾക്ക് കിട്ടിക്കോളും. അതായത് ആ ഒരു നല്ല കാര്യം അവള് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിന് നല്ലത് മാത്രമേ വരത്തുള്ളൂ. എന്തിനും ഏതിനും ഞാൻ നിങ്ങളുടെ കൂടെ കാണും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം എന്താ പറയാ നമ്മുടെ ശരണ്യനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവരുടെ മകളെ സ്നേഹിക്കുക മാത്രം ചെയ്താൽ മതി. അവളെ സമാധാനം കെടുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീനയും മനുവും അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ നമ്മുടെ ശരണ്യ കെട്ടിപ്പിടിച്ച് അലീനയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഏതായാലും അവര് രണ്ടുപേരും കൂടെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഷാജി ഉണ്ടല്ലോ, ഷാജി ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഷാജി ഇവരെ കണ്ടതും, ഷാജിക്ക് ഇഷ്ടമല്ല കേട്ടോ അലീന ഇപ്പം. കാരണം വേറൊന്നുമല്ല, ഷാജി ഈ നാട്ടുകാരുടെ കൂട്ടത്തിൽ പെടുന്നതാണല്ലോ. ഷാജി നാട്ടുകാരുടെ കൂട്ടത്തിൽ പെടുന്നതാണെന്ന് പറഞ്ഞാൽ രോഹിത് നിരപരാധി ആണ് എന്നൊന്നും ഈ നാട്ടുകാർക്കോ മറ്റേ രാഷ്ട്രീയ പ്രവർത്തകർക്കോ ഒന്നും വലിയ അറിവില്ല. അല്ലെങ്കിൽ നിരപരാധി ആണെങ്കിലും, അതായത് പറഞ്ഞു വരുമ്പോഴത്തേക്കും രോഹിത് അവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ പ്രതികളിൽ ഉൾപ്പെട്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഷാജിയും അലീന ഇത്രയും നാൾ ഇവിടെ വന്നത് നമ്മുടെ ശരണ്യെ പറഞ്ഞ് മനസ്സ് മാറ്റിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തന്നെയുള്ളൊരു ധാരണയുണ്ടായി. അതുകൊണ്ടാണ് ഷാജിക്ക് അലീനയോട് അത്രയ്ക്ക് വെറുപ്പും ദേഷ്യവും ഒക്കെ.
അപ്പൊ അലീനെ ഷാജീനെ കണ്ടതും അലീന ഷാജിയേട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. തൊട്ടടുത്താണല്ലോ വീട്. അപ്പം ഉമ്മറത്തേക്ക് അവരുടെ വീടിന്റെ മുറ്റത്തേക്ക് ചെല്ലുന്നുണ്ട്. മനുവിനെയും കൂട്ടി തന്നെയാണ് ചെല്ലുന്നത്. അപ്പോഴത്തേക്കും ചോദിച്ചു, എന്താ കാര്യം ഇങ്ങനെ ഷാജി ചോദിച്ചപ്പോഴത്തേക്കും, അല്ല ഇവിടെ ഉള്ളവരൊക്കെ എന്തി, ഇവിടെ ഉണ്ടോ എല്ലാവരും, എന്തി അമ്മയും ചേച്ചിയും, അല്ല ചേച്ചിയല്ലല്ലോ അനിയത്തിയൊക്കെ എന്തിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരെല്ലാവരും ഇവിടെ ഉണ്ട്. ഏതായാലും നീ വന്നതൊക്കെ സാധിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നത് സാധിച്ചെന്നോ? എന്ത് സാധിച്ചെന്നാ ഈ പറയുന്നത്? അല്ല നീ വന്നത് എന്തിനായിരുന്നു? നീ വന്നത് ശരണ്യയുടെ മനസ്സ് മാറ്റിക്കാനും മൊഴി മാറ്റി പറയിപ്പിക്കാനും നീ വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ പയ്യനെ രക്ഷിക്കാനും വേണ്ടി അല്ലായിരുന്നോ? അതിനുവേണ്ടിയല്ലേ നീ ഈ നാടകം കളിച്ച് ഇവിടെ കയറി ഇറങ്ങിയത്? ഇവരെല്ലാ നാട്ടുകാരും പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ വിശ്വസിച്ചു. നീ ശരണ്യനെ കാണാൻ വരുന്ന അവളോടുള്ള സ്നേഹം കൊണ്ടാണ്, അവളുടെ കുടുംബത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് എന്നൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ നീ ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ വേണ്ടിയാ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, എന്താ ഷാജിയേട്ട ഈ പറയുന്നത്? ഒരിക്കലും ഞാൻ അവളെ കൊണ്ട് നിർബന്ധിച്ച് മൊഴി മാറ്റി പറയിപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു ദിവസം അവളെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും, അന്ന് ഷാജിയേട്ടനും കണ്ടതല്ലായിരുന്നു ഞാൻ അവളെ അമ്പലത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ അമ്പലത്തിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അന്ന് എന്നോട് ശരണി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അങ്ങനെ ശരണി തുറന്നു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വെളിയിൽ പറഞ്ഞത്. വെളിയിൽ പറഞ്ഞതുകൊണ്ട് എന്താ ഉണ്ടത്? ഒരു നിരപരാധി രക്ഷപ്പെടുകയല്ലേ ചെയ്തത്. രോഹിത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ രോഹിതിനെ രക്ഷപ്പെടുത്തിയത് ഞാനല്ല, അത് ശരണ്യാണ്. ഒരിക്കലും ഞാൻ അവളെ നിർബന്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ കൂടുതൽ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. നീ എന്തിനാ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? നീ ഇവിടെ വന്നതും അവരെ കണ്ടതും അവര് ഇടപെട്ടതും ഒക്കെ ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു. അത് വേറൊന്നുമല്ല. അത് നിനക്ക് വേണ്ടത് എന്തായിരുന്നു? നിനക്ക് വേണ്ടത് നിന്റെ മുതലാളിയുടെ മകനെ രക്ഷിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും വരിക. അത് നീ സാധിച്ചെടുത്തല്ലോ. നീ വലിയ ആളായല്ലോ. എന്നിട്ട് ഇപ്പൊ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നേ അവരെ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്കറിയാമോ? അവർക്കൊരു കടയിൽ ഇറങ്ങാൻ പറ്റത്തില്ല സൗകര്യത്തിന്, അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ പല പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നത് ആര് കാരണമാ? ഈ പറയുന്ന രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ കൂടത്തിൽ നിന്നാലേ നമുക്ക് ജീവിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അവരൊക്കെ എന്തേലും അത്യാവശ്യത്തിന് ചെല്ലുമ്പോഴത്തേക്കും അവരെ കൈയൊഴിഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്കും, ഷാജിയേട്ടന്റെ മനസ്സ് ഇത്രയ്ക്കും ദുർബലമായിരുന്നെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഷാജിയേട്ടനെ കുറിച്ച് എനിക്ക് പൊതുവെ ഒരു അഭിപ്രായവും ഷാജിയേട്ടൻ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. കാരണം നല്ലൊരു മനുഷ്യന് ഉടമയാണ് എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഷാജിയേട്ടൻ ചെറുതായിപ്പോയി, എൻ്റെ മുമ്പിൽ വളരെയധികം ചെറുതായിപ്പോയി. ഈ അലീനയുടെ മനസ്സ് കാണാൻ പറ്റിയില്ല എങ്കിലും ഓക്കെ, മനസ്സ് കാണണ്ട. ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. ഒരിക്കലും ഞാൻ ഒരാളെയും രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഈ പറയുന്ന നിരപരാധിയാണെന്നറിഞ്ഞ നമ്മുടെ രോഹിത്തിനെ പോലും രക്ഷപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. അവളോട് മൊഴി മാറ്റി പറയണമെന്ന് പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവൾക്ക് എന്താണോ തോന്നുന്നത് അത് പറയണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് അവൾ പറഞ്ഞു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങളൊക്കെ കൂടി, നിങ്ങൾ നാട്ടുകാരുടെ കൂടെ നിങ്ങളും ഉൾപ്പെടുവായിട്ട് ഷായി ചേട്ടാ. നിങ്ങളൊക്കെ കൂടി ആ പെങ്കൊച്ചിനെ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാല്, ഇതുപോലെ ആ പെങ്കൊച്ചിനെ അടിച്ചമർത്തി കഴിഞ്ഞാൽ അതിനും ജീവിക്കേണ്ട ഈ സമൂഹത്തില്. അവൾക്ക് ഏതെങ്കിലും ഒരു ചീപ്പറായിട്ട് എവിടെയെങ്കിലും ജോലി കിട്ടിയിട്ട് അങ്ങനെ ഒതുങ്ങി കൂടാനാണോ അവളുടെ ജീവിതം? അവള് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ. ഒക്കെ ഒരു അബദ്ധം പറ്റിപ്പോയി, നിങ്ങളല്ലേ അവളെ ചേർത്ത് പിടിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഷാജിനെ രണ്ടെണ്ണം പറഞ്ഞു കേട്ടോ. ഏതായാലും ഷാജിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എന്താ പറയാ, പറഞ്ഞത് മോശമായി പോയി, അലീനോട് അത് പറയണ്ടായിരുന്നു, പറഞ്ഞത് ഭയങ്കര മോശമായി പോയി എന്ന് തോന്നാം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനയും മനു അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഏതായാലും അലീനയും മനു അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ഇവര് ഒരു ചെറിയൊരു ബീച്ച് പോലത്തെ ഒരു സ്ഥലം, ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലത്ത് ചെന്ന് വണ്ടിയൊക്കെ നിർത്തി. എന്നിട്ട് അലീനോട് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും കുടിക്കാം, ഡ്രിങ്ക്സ് എന്തെങ്കിലും, നമുക്ക് ജ്യൂസോ വല്ലതും കുടിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അത് വേണോ മനുവേട്ട, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയുമ്പോൾ, നീ അങ്ങനെ എപ്പോഴും ഒന്നും പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലോ, അപ്പൊ നമുക്ക് കുറച്ച് ജ്യൂസ് ഒക്കെ കുടിച്ചെന്ന് ഓർത്തോണ്ട് യാതൊരു കുഴപ്പമില്ല, നമുക്ക് ജ്യൂസ് കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാണ്. അപ്പം എങ്ങോട്ട് ഇവര് ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങാണ്. അപ്പൊ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അലീനയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ അലീന നിനക്ക് ഇതിനൊക്കെ സാധിക്കുന്നത്? ഇപ്പൊ നീ ആ വീട്ടിലെ ആരൊക്കെയോ ആയി തീർന്നല്ലോ, നിനക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതെങ്ങനെയാ, ഞാൻ മനുവേട്ടനോട് പറഞ്ഞല്ലോ, ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ ചെയ്തത് എന്താണ് ഏതാണ് അതൊക്കെ എനിക്കതൊന്നും ഒരിക്കലും മറക്കാനോ ഒന്നും പറ്റുന്ന കാര്യമില്ല. എൻ്റെ പ്രജിത്താത്മ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, അതനുസരിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് അതനുസരിച്ച് ജീവിക്കാൻ ഞാൻ ഇഷ്ടം. അല്ലാതെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെ വലിയ തറവാട്ടമ്മയായിട്ടോ അല്ലെങ്കിൽ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രന്റെ മകളായിട്ടോ വൈജിയുടെ മകളായിട്ടോ ഒന്നും എനിക്ക് ജീവിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും, നീ ഇങ്ങോട്ട് വന്നപ്പം കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, നിനക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിന്റെ അമ്മയല്ലേ, ആ അമ്മയുടെ വായിൽ നിന്ന് നിന്നെ മോളെ എന്നൊന്ന് വിളിക്കുന്നത് നിനക്ക് കേൾക്കണ്ടേ?
അതൊക്കെ കേൾക്കാൻ ഏതൊരു മക്കൾക്കും ഒരു ആഗ്രഹം കാണുമല്ലോ, അത് നിനക്ക് കേൾക്കണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കതൊന്നും കേൾക്കണ്ട, എനിക്കതൊന്നും കേൾക്കാൻ തീരെ താല്പര്യമില്ല. കാരണം എന്റെ അമ്മ എന്റെ മനസ്സുകൊണ്ട് ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല. എന്റെ അമ്മ എന്നുകൊണ്ട് മനസ്സുകൊണ്ട് എന്ന് എന്നെ സ്വീകരിക്കുന്നു, അന്ന് എന്നെ മോളെ എന്ന് വിളിച്ചാൽ ഞാൻ തിരസ്കരിച്ചു ഞാൻ പോകത്തൊന്നുമില്ല. ആ ഒരു സ്നേഹം എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഇപ്പോഴും അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹം എന്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ട്. ആ ഒരു സ്നേഹമൊന്നും പോകത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും അലീന, നീ ഒരു മായാജാലം തന്നെയാണ് എല്ലാവരിലും നീ സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ശരണ്യയുടെ അച്ഛൻ, അമ്മ, അതുപോലെ ദേ ഇപ്പൊ ഷാജി എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരന്, ഇവരെല്ലാവരും ഓരോന്ന് പറയുമ്പോഴും നീ അവരെയൊക്കെ എതിർത്ത് സംസാരിക്കുകയല്ല, അവരെയൊക്കെ നീ മയപ്പെടുത്തി എടുത്ത് നീ നിന്റെ വശത്തേക്ക് കൊണ്ടുവരാണ്. നിന്റെ വശത്തേക്ക് അല്ലെങ്കിൽ നീ ഒരു വശത്തേക്ക് അവരെ കൊണ്ടുപോവുകയാണ്, അവരെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതൊരു മായാജാലം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നാ പിന്നെ നമുക്ക് പോകണ്ടേ മനുവേട്ട? അല്ല, മനുവേട്ടൻ വീട്ടിൽ തന്നെ ഇരിക്കാനാണോ തീരുമാനിച്ചത്? ഇപ്പം മനുവേട്ടൻ വീട്ടിലിരുന്നാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഇപ്പം വർക്ക് എറണാകുളത്തൊന്നും പോകുന്നില്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇപ്പൊ കുറച്ച് കാര്യങ്ങളും ലക്ഷ്യങ്ങളും അതൊക്കെ എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കാര്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നേടിയെടുക്കണം. അത് നീ വന്നതിലൊക്കെ പിന്നെയാണ് എനിക്കിപ്പം സത്യം പറഞ്ഞാല് ഞാൻ എവിടെയായിരുന്നെന്ന് അറിയാലോ. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്ത് ഞാൻ എറണാകുളത്തെത്തി. എറണാകുളത്ത് നിന്ന് ദേ ഇപ്പം ഞാൻ വീട്ടിലെത്തി. എന്റെ ലക്ഷ്യം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ലക്ഷ്യം? ഒരു ലക്ഷ്യമുണ്ട്. നീ വന്നതിൽ പിന്നെ കുറെ മാറ്റങ്ങൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇനിയും മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് അലീന. എന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേതായാലും ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതൊക്കെ ഞാൻ പറയേണ്ട സമയത്ത് പറഞ്ഞോളാം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അലീന ഒന്ന് ഏറുകണ്ണിട്ട് നമ്മുടെ മനുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. മനു കാര്യമാക്കുന്നില്ല. മനു ആണെങ്കിൽ അലീനയെ ഏറുകണ്ണിട്ട് നോക്കുന്നില്ല. ഒരു സ്പാർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലത്തെ ഒരു സീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമലയും വൈജയും തമ്മിൽ കോൾ ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു സീൻ നാളെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വൈജ കമലയെ വിളിച്ച് അലീനയുടെ അടുത്ത് പോയ കാര്യം പറയുമ്പോഴത്തേക്കും ഇവരെല്ലാം പെട്ടെന്ന് ഓർക്കുന്നത്, ശിവനും കമലയും ഒക്കെ പെട്ടെന്ന് ഓർക്കുന്നത് നമ്മുടെ ശരണ്യനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി അലീനയെ കൂട്ടി അവിടെ പോയതായിരിക്കുമെന്നാണ് ഓർക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള് മറിച്ചാണ് എന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇതൊക്കെ സംസാരിക്കുന്നുണ്ട് അലീനയല്ല വൈജയും കമലയും കൂടി. ഇപ്പൊ കമല നേരെ തന്നെ ശിവനോട് പറയുന്നുണ്ട്, അവന് നല്ല ബുദ്ധി തോന്നിയെന്നാ തോന്നുന്നത്. അവൻ പോയേക്കുന്നത് ആ കണ്ണാടിപ്പാടെന്ന് പറയുന്ന ആ കോളനിയിലേക്കാണ്. ശരണ്യനെ കാണാനാണ് പോയിരിക്കുന്നത്. എല്ലാം മിക്കവാറും നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ നടക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ മോനൊന്ന് പുറത്തു വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്ക് ശിവനും ഓർക്കുന്നത്, ഇതേ നമ്മുടെ മനു പോയിരിക്കുന്നത് ആരെ കാണാനാ? ശരണ്യനെ കാണാൻ അലീനയും കൂട്ടി പോയിരിക്കുന്നത് മൊഴി മാറ്റി പറയിപ്പിക്കാൻ എന്നൊക്കെയാണ് ഓർക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, കാര്യങ്ങളെന്നൊന്നും അറിയത്തില്ലല്ലോ. ഇതേ സമയം തിരിച്ചെത്തുകയാണ്. അപ്പൊ തിരിച്ചെത്തുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ബാലചന്ദ്രനോട് മനു കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അലീന. അവളൊരു പഞ്ചപാവമാണ്. അതിലുപരി അവളൊരു സ്ട്രോങ്ങും കൂടെയാണ്. അവളുടെ മനസ്സ് തുറന്ന് എന്നോട് സംസാരിച്ചു. അവൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയും അവൾക്ക് കണ്ടിന്യൂ ചെയ്യണം. അവൾക്ക് ഒരു അനാഥാലയം നടത്തിപ്പുകാരി എന്ന ആ ഒരു ഇതിൽ തന്നെ അവൾക്ക് ജീവിക്കാനാണ് താല്പര്യം. അല്ലാതെ ഒരിക്കലും നെടുമ്പുരയ്ക്കിലെ അവകാശം പറയാൻ അവൾ നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് പറയണ്ട എന്ന്, ഹരിയെ രക്ഷിക്കുന്ന കാര്യം പറയണ്ട എന്ന് പറഞ്ഞതല്ലേ. അവനെ രക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല, അവൻ ചെയ്ത തെറ്റിനല്ലേ അവൻ അവിടെ കിടക്കുന്നത്. അലീനയോട് അത് നീ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ ഞാൻ അവളോട് വെറുതെ ഒന്ന് സൂചിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ അവൾ എന്നോട് പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തിയാണ്. അപ്പൊ നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് കാണാം കേട്ടോ. അപ്പൊ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനിയുടെയും ആദർശിന്റെയും കഥയും നമ്മൾ ഇടുന്നത് നമ്മുടെ ജിൽജിൽ ചിന്നുവിലാണ്. അപ്പൊ അതും മറക്കാതെ എല്ലാവരും ഒന്ന് കാണുക. ആർക്കെങ്കിലും അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ ജിൽജിൽ ചിന്നു എന്നാണ് ചാനലിന്റെ പേര്, അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.